ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ചട്ടിയിലേക്ക് നമുക്ക് അങ്ങനെ കഴുകാം. വൃത്തിയായിട്ട് കഴുകണമല്ലോ, അല്ലെങ്കിൽ ചെളിയൊന്നും പോകത്തില്ല. അടുത്ത നമ്മൾ അരിഞ്ഞ് വെച്ച് സവോള ശേഷം ചട്ടി വെച്ചൊന്ന് ചൂടാകട്ടെ. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് അന്നുകൂടെ നല്ലൊരു മൂക്കട്ടെ. നല്ല ചൂടായി എണ്ണ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കും. ഉലുവ നല്ലപോലെ മൂത്തുമ്പോൾ ഇതിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒന്ന് മൂക്കട്ടെ. അതിൻ്റെ കൂടെ അങ്ങ് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച് വെളുത്തുള്ളി, ഉള്ളി, പൂർണ്ണ രൂപത്തിന് ശേഷം നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നല്ലോണം ഇളക്കുക. പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞ് മുളക് പൊടി, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മീൻകറി നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് കഷ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം പതുക്കിയിട്ട് ആദ്യം അതിന് തീറിക്ക് നമുക്ക് ഇങ്ങനെ എണ്ണ ഇളക്കി കൊടുത്ത് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം മൂടി വെക്കുക. 15 മിനിറ്റ് വെച്ച ശേഷം നമ്മുടെ മീൻകറി ഒരു കരിവേപ്പില അടച്ച് വെച്ചാൽ വേറെ ടേസ്റ്റ് നമുക്ക് കരിവേപ്പില ആഡ് ചെയ്യുന്ന കാര്യം നല്ലതാണ്. ഇനി നല്ല രീതിയിൽ ഇളക്കി ഇവിടെ നമ്മുടെ വീഡിയോ അതിൻ്റെ പേരാണ്. ഇതോടുകൂടി റെഡി ആയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.